ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ലവ് ലെറ്റർ ഉണ്ടാക്കിയാലോ? പ്രേമലേഖനമല്ല കേട്ടോ, ലവ് ലെറ്റർ. നമ്മുടെ സ്വന്തം ഏലാഞ്ചി. ഈ ഏലാഞ്ചിക്ക് പല നാട്ടിലും പല പേരാണ്. അപ്പോൾ അതിലൊരു പേരാണ് കേട്ടോ ലവ് ലെറ്റർ. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? എന്നാ വായോ. അപ്പോൾ ദേ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അരിഞ്ഞ് വെച്ച കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം തേങ്ങ വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കയ്യിൽ 2 കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോരം മധുരം വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ എല്ലാം കൂടി. അപ്പോൾ ഇതിലേക്ക് 3-4 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയാണ് കേട്ടോ മെയിൻ പ്രധാനം. ഏലക്കയുടെ മണടിക്കുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സി ബൗൾ എടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ഇത് 250 ml മെഷർമെൻ്റാണ്. അത് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു കേട്ടോ. നമ്മുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലെ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കണേ. അപ്പോൾ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കില്ലേ, അതുപോലെ അങ്ങോട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ പരത്തുന്നത് കുറച്ച് ഭംഗിക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ടൊക്കെ നല്ല ഭംഗിയിലൊക്കെ പരത്താം കേട്ടോ. അപ്പോൾ ദോശ ചുട്ടെടുക്കണ പോലെ ചുട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് എന്തോരാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ മധുരമൊക്കെ കുറച്ച് വേണമെന്നുള്ളവർ കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ മടക്കുക. മടക്കിയിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ടൊക്കെ ചുരുട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ? അപ്പോൾ കുട്ടികൾക്ക് വൈകിട്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും. അതുപോലെ ഏലാഞ്ചിക്ക് വേറെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, സി യു.